നിങ്ങൾക്കൊരു ലേബൽ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നെറ്റിയിൽ ചിലത് ദൈവം ഒരു ലേബലായി പതിച്ചിട്ടുണ്ടെങ്കിൽ, അത് അവിടെ എഴുതിയിരിക്കുന്നത് ദാസത്വത്തിന്റെ അവകാശമല്ല, പുത്രത്വത്തിന്റെ അവകാശം. മകനെ, മകളെ എന്നൊരു ലേബലാണ് സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായി ആഗ്രഹിക്കുന്നു. ആവർത്തനം 1-ാം അധ്യായം അതിന്റെ 31-ാമത് വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ച് എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ഒരു അപ്പൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ, ഒരു പിതാവ് തൻ്റെ മക്കളെ കരുതുന്നത് പോലെ, തൻ്റെ മക്കൾക്ക് വഹിക്കുന്നത് പോലെ, തൻ്റെ മക്കളുടെ വിഷയങ്ങളിൽ വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ, ഇസ്രായേലിൻ്റെതായിട്ടുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ലക്ഷക്കണക്കിന് വ്യക്തികൾ, ലക്ഷക്കണക്കിന് ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെട്ട ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ, പ്രതിസന്ധിയുടെയും പ്രശ്നത്തിൻ്റെ മധ്യത്തിലായപ്പോഴും ദൈവം അവരെ ഒരപ്പനെ പോലെ വഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അപ്പന്മാരുള്ളവരുണ്ട്, അപ്പന്മാർ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, അനാഥരായിട്ട് തോന്നുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ എനിക്ക് ഒരു ശുശ്രൂഷ നെയ്യാറ്റിങ്കര ഭാഗത്തുണ്ടായിരുന്നു. അവിടെ ഞാൻ മറ്റൊരു വിഷയം പ്രസംഗിക്കുകയായിരുന്നു. അവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു: അനാഥരെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ? ദൈവം അനാഥരുടെ ദൈവമാണ്. പക്ഷേ വചനം പഠിക്കുമ്പോൾ ഈ ലോകത്തിൽ അനാഥരെന്ന വ്യക്തികളായി ആരുമില്ല. ഹല്ലേലൂയ. ഭൂമിയിൽ നമുക്ക് രക്ഷകർത്താക്കളില്ലായിരിക്കാം, അപ്പനില്ലായിരിക്കാം, അമ്മയില്ലായിരിക്കാം. പക്ഷെ വചനം പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ ശരീരം നമുക്കായി യാഗമായി സമർപ്പിച്ചത് വെറുതെ അല്ല. നമുക്കൊരു അപ്പനെ നൽകുവാനാ. ഹല്ലേലൂയ. നമ്മളെ മക്കളാക്കി തീർക്കുവാനാ. ഇന്ന് നിങ്ങൾക്ക് ലോകത്തിൽ ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ, എനിക്ക് അപ്പനുമില്ല അമ്മയില്ല എന്നുള്ള അവസ്ഥയിൽ പലപ്പോഴും കുടുംബജീവിതത്തിനകത്ത് അസമാധാനം വരുമ്പോൾ, ജോലി സ്ഥലത്ത് പ്രഷർ വരുമ്പോൾ, അന്യനാട്ടിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജീവിതത്തിലെ പല മേഖലകളിലും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞാനൊരു അനാഥനാണ്, ഞാനൊരു അനാഥയാണ്, എനിക്ക് അപ്പനില്ല അമ്മയില്ല. പക്ഷെ വചനം ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്രകാരമല്ല. ഇവിടെ ഇരിക്കുന്ന ആരും അനാഥരല്ല. ഹല്ലേലൂയ. ഇതിനകത്ത് അനാഥരെന്നുള്ള ലേബൽ ആർക്കുമില്ല. ഇന്ന് നിങ്ങൾക്കൊരു ലേബൽ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു നെറ്റിയിൽ ചിലത് ദൈവം ഒരു ലേബലായി പതിച്ചിട്ടുണ്ടെങ്കിൽ, അത് അവിടെ എഴുതിയിരിക്കുന്നത് ദാസത്വത്തിന്റെ അവകാശമല്ല, പുത്രത്വത്തിന്റെ അവകാശം. മകനെ, മകളെ എന്നൊരു ലേബലാണ് സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. മറ്റൊരു വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും. സങ്കീർത്തനങ്ങൾ 103-ാമത് വാക്യം ഞാൻ വായിക്കുന്നു: അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ തന്നെ ഒരു ക്യാരക്ടർ, അപ്പൻ്റെ മറ്റൊരു ക്യാരക്ടർ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അപ്പൻ എന്നൊരു പദവിയിൽ വരുന്ന ഒന്നാണ് കരുണ. പലപ്പോഴും അപ്പന്മാർ മീശയൊക്കെ വളച്ച്, മീശയൊക്കെ ചുരുട്ടി, ഇന്നിപ്പോൾ മീശ ട്രെൻഡ് അല്ലാത്തതുകൊണ്ട് ഇന്ന് അപ്പന്മാർ മീശയൊന്നും വെക്കുന്നില്ല. പിന്നെ മീശ വെക്കുന്ന അപ്പന്മാരുണ്ട്. അപ്പോൾ മീശയൊക്കെ വെച്ച് കുറച്ച് ഹെഡ് വെയിറ്റ് ഒക്കെ ഇട്ട് നമ്മുടെ വേദനയും നമ്മുടെ സന്തോഷം, നമ്മുടെ വികാരങ്ങളൊന്നും കാണിക്കാതെ അത്തരത്തിൽ കുറച്ച് മസിലൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ അപ്പന്മാരെ യഥാർത്ഥമായി അറിയാവുന്നവർക്കറിയാം, പുറമേ അവർ പ്രകടിപ്പിച്ചില്ലെങ്കിലും മക്കൾക്ക് വേണ്ടി കരുതുവാൻ അവർ നെട്ടോട്ടം ഓടുന്ന പലരുമാണ്. ഹല്ലേലൂയ. ഇന്നലെ ഒരു റീല് ഞാൻ കണ്ടു. അത്ര ഞാൻ ആ റീലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും അതിനകത്ത് ഒരു വ്യക്തിയെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പെൺകുട്ടിയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് 2 പുരുഷന്മാരിട്ടിരിക്കുന്നൊരു റീലായിരുന്നു, ഒരു വീഡിയോ. അതിനകത്ത് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: നിനക്ക് കൂലിപ്പണിക്കാരെന്ന് പറയുമ്പോൾ നിനക്ക് വിലയില്ലായിരിക്കാം, പക്ഷേ നിന്നെ പോലെയുള്ളവരെ അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ള കുട്ടികളെ വളർത്തി വലുതാക്കാനായിട്ട് രാവിലെ മുതൽ രാത്രി വരെ വെയിൽ നോക്കാതെ, ചൂട് നോക്കാതെ, ശരീരത്തിൻ്റെ ഭംഗിയും ശരീരത്തിൻ്റെ ചർമ്മത്തിൻ്റെ ആരോഗ്യം ഒന്നും നോക്കാതെ പൊട്ട വെയിലിൽ കിടന്ന് അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള സുഖവും സന്തോഷവും എന്ന് ആ വ്യക്തി തന്നെ ക്രിട്ടിസൈസ് ചെയ്ത് പറയാനായിട്ട് ഉപയോഗിച്ചെങ്കിൽ ഞാൻ ഇന്ന് പകൽക്കാലം ഒന്ന് പറഞ്ഞോട്ടെ, തീർച്ചയായും ശരിയാണ്. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് ദൈവസന്നിധിയിൽ നന്ദിയുണ്ട്, കൃതജ്ഞതയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ആ മീറ്റിങ്ങിൽ പോയപ്പോൾ അവിടെ ഫാദേഴ്സ് ഡേ സംബന്ധിച്ചുള്ള മെസ്സേജ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഇന്നും അതിനകത്ത് ഞാൻ ടച്ച് ചെയ്ത് പോയി. ഇന്ന് എനിക്കൊരു മൈക്ക് കിട്ടാൻ, ഇന്ന് എനിക്ക് ഇപ്രകാരം ഒരു പ്ലാറ്റ്ഫോം കിട്ടുവാൻ, ഇന്ന് എനിക്ക് ഇപ്രകാരമുള്ള അവസരം കിട്ടുവാൻ ഒരു കാരണമുണ്ട്. 1990-കളിൽ അല്ലെങ്കിൽ 97, 98 കാലങ്ങളിൽ ലോകത്തിൻ്റെ പിന്നാലെ നടന്ന ഭാഗത്തു നിന്ന് സകലതും ഉപേക്ഷിച്ച്, കുടുംബത്തെ ഉപേക്ഷിച്ച്, സ്വത്ത് വകകൾ ഉപേക്ഷിച്ച്, ഒന്നുമില്ലാതെ അനാഥനെ പോലെ, ഒന്നുമില്ലാതെ ഒരു സമ്പാദ്യമില്ലാതെ ഒരു ഭിക്ഷക്കാരനെ പോലെ വീട്ടിൽ നിന്ന് ഒരു ബാഗ് നിറച്ച് ട്രാക്റ്റുമായി സൈക്കിളിൽ ട്രാക്റ്റ് കൊടുക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച
ഒരപ്പൻ്റെ ഒരു കാലത്തേതായിട്ടുള്ള അധ്വാനത്തിൻ്റെ പ്രതിഫലം ആ ദൈവം ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന് ഞാൻ അവിടെ പറയുവാൻ ഇടയായി തീർന്നു. ഇന്ന് ഞാൻ ഈ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് ഡോക്ടർ ഷാജി ഷാർലം അവറുകൾ എൻ്റെ പിതാവിന് ഞാൻ നന്ദി കൊടുക്കാനായിട്ട് വേർതിരിക്കുകയാണ്. നമ്മുടെ നല്ലൊരു അപ്പോസ്റ്റലായി ദൈവം നല്ലൊരു നമ്മുടെ ചർച്ചിനൊരു അപ്പനായി നൽകിയതിനെ ഓർത്ത് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ദൈവദാസനൊന്ന് നന്ദി കൊടുത്താട്ടെ, ദൈവദാസനൊന്ന് നന്ദി കൊടുത്താട്ടെ. ആമേൻ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള വളർച്ച, ഇതിൻ്റെയൊക്കെ പിന്നിൽ ചിലരുടെയൊക്കെ കഷ്ടപ്പാടുകളുണ്ട്, ചില അപ്പന്മാരുടെ. ആകിയാൽ അത് മറന്നു പോകരുത് മക്കളെ, അത് മറന്നു പോകരുത്. ചിലപ്പോഴൊക്കെ നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ട് ഡിലേ വരുമ്പോൾ, എന്നെ അങ്ങനെ ട്രെയിൻ ചെയ്തതാണ്. എനിക്ക് സമയത്തിൽ ഫീസ് അടച്ച ചരിത്രമില്ല. ഹല്ലേലൂയ, സ്തോത്രം. സ്കൂളിൽ പഠിക്കുമ്പോൾ എപ്പോഴും ഡെഡ് ലൈനൊക്കെ കഴിഞ്ഞ് പിന്നെ പരീക്ഷയ്ക്ക് കയറ്റാതെ പ്രിൻസിപ്പൽ റൂമിൽ പോകുമ്പോഴേ അടയ്ക്കുള്ളൂ. അങ്ങനെയൊക്കെ എന്നെ പഠിപ്പിച്ച് ശീലിച്ചതുകൊണ്ട് എല്ലാ കഷ്ടതയും എല്ലാ കുറവുകളും ഒക്കെ അല്ലെങ്കിൽ മനസ്സിലാക്കാനും പിടിച്ചു നിൽക്കാനൊക്കെ ഉള്ള ശേഷി നൽകി. പക്ഷെ പലപ്പോഴും ഇന്ന് ഭവനങ്ങളിൽ നോക്കുമ്പോൾ ഫീസ് അടയ്ക്കാൻ ലേറ്റ് ആകുമ്പോൾ വിളിയോട് വിളിയാണ് അല്ലേ. ആമേൻ. ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്ന് വരാം, ചിലപ്പോൾ അവിടെ പലതും വിളിച്ച് പറഞ്ഞെന്ന് വരാം, സ്നേഹം ഇല്ല എന്ന് പറഞ്ഞെന്ന് വരാം. അത് മനഃപൂർവ്വമായിട്ടല്ല. അവിടെ ബാങ്കിൽ ചിലപ്പോൾ ഒന്നും കാണത്തില്ല. ഹല്ലേലൂയ. അവിടെ പേഴ്സിനകത്ത് ചിലപ്പോൾ ഒന്നും കാണത്തില്ല, കടക്കാർക്ക് കൊടുക്കാനുള്ളതേ കാണത്തുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇന്ന് മക്കളായിട്ടുള്ള നിങ്ങളോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒന്ന് പ്രിൻസിപ്പളിൻ്റെ റൂമിൽ പോകേണ്ട ആവശ്യമല്ലേ വരത്തുള്ളൂ. ഒന്ന് കൂടി പോയി കഴിഞ്ഞാൽ അവർ പറയും ഫീസ് അടച്ചില്ലെങ്കിൽ നാളെ സ്കൂളിൽ കയറ്റത്തില്ല എന്ന് പറയും, എന്നിട്ട് കയറ്റുകയും ചെയ്യും. ഇത്രയല്ലേ നടക്കത്തുള്ളൂ. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, നിങ്ങളുടേതായിട്ടുള്ള വാസസ്ഥലത്തിന് വേണ്ടി ലോൺ അടയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കാശായിരിക്കും. അത് ലോൺ അടയ്ക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നാളെ വീടില്ല, നാളെ ഭക്ഷണമില്ല, നാളെ ഒന്നുമില്ല, തെരുവിൽ ഇറങ്ങേണ്ടി വരും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ അപ്പന്മാരെ ഞാൻ പറഞ്ഞല്ലോ, അവർ പുറത്ത് പ്രകടിപ്പിക്കത്തില്ല, എല്ലാം വിട്ടു പറയത്തില്ല. അവരവരുടെ എല്ലാ വേദനകളും റിസ്ക്കും ഉള്ളി ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഈ അപ്പന്മാരെന്ന് പറയുന്നത്. അവിടെ ഇന്ന് കുട്ടികളായ നമ്മൾ ബുദ്ധിയുള്ളവരാകണം, ജ്ഞാനമുള്ളവരാകണം. ആമേൻ. ഒരു വചനമുണ്ട്, ഞാൻ ആ വചനത്തിലേക്ക് പോകുന്നില്ല. സദൃശ്യവാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വാക്യമാണ് എഴുതിയിരിക്കുന്നത്, ബുദ്ധിയുള്ള ജ്ഞാനമുള്ള മക്കളുടെ അപ്പന്മാർ ഭാഗ്യവാന്മാരെന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നോക്കുമ്പോൾ വളരെ ചുരുക്കമാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ, അങ്ങനെയുള്ള വീട്ടിലുള്ള സ്ഥിതിഗതികൾ. അങ്ങനെയെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങളായിട്ടുള്ള മക്കളായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളുടെ അപ്പന് ഭാഗ്യം വരണമെങ്കിൽ അപ്പൻ അധ്വാനിച്ചത് കൊണ്ട് മാത്രമാകുന്നില്ല, അപ്പൻ ചിലത് സമ്പാദിച്ചുകൊണ്ട് മാത്രമാകുന്നില്ല. ഇന്ന് അപ്പൻ്റെ ഐശ്വര്യം, അപ്പൻ്റെ ഭാഗ്യം എന്നത് ബുദ്ധിയുള്ള ജ്ഞാനമുള്ള അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ് ഒരപ്പന് ദൈവം നൽകിയിരിക്കുന്ന ഭാഗ്യം, ഒരപ്പന് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹം. പലപ്പോഴും നമ്മൾ കുറ്റം പറയാറുണ്ട്, ഈ വീട്ടിൽ ജനിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അപ്പൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അപ്പൻ അധ്വാനിക്കാത്തതുകൊണ്ട്, അപ്പൻ നല്ലതായിട്ട് പഠിക്കാത്തതുകൊണ്ട്, അപ്പൻ കറങ്ങി തിരിഞ്ഞ് നടന്നുകൊണ്ട്, അപ്പൻ അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷേ ഇല്ല, വചനം പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. ഒരിക്കലും ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് അപ്പനെ കുറ്റം പറയാനുള്ള അവസ്ഥകൾ, എന്തെങ്കിലും അവസരങ്ങൾ വരുന്നെങ്കിൽ മനസ്സിലാക്കണം, കുഴപ്പം അപ്പനല്ല, കുഴപ്പം നമുക്ക്. ഹല്ലേലൂയ. നമുക്ക് എവിടെയോ ജ്ഞാനം കുറഞ്ഞു പോയി, എവിടെയോ നമുക്ക് ബുദ്ധി കുറഞ്ഞു പോയി. ഏത് പരിസ്ഥിതിയിലും ദൈവത്തിന് മുൻപാകെ, അല്ലെങ്കിൽ അപ്പൻ്റെ മുൻപാകെ സമർപ്പിച്ചു കൊടുക്കുവാനാണ് യേശു നമുക്ക് മാതൃകയായി കാണിച്ചു തന്നല്ലേ. തൻ്റെ അവസാന സമയത്തിൽ താൻ ഗത്ശമന തോട്ടത്തിൽ താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തനിക്കും വേദന ഉണ്ടായിരുന്നു. എങ്കിലും അപ്പ എന്നെ കൈവിട്ടല്ലോ, എങ്കിലും എൻ്റെ വേദന അങ്ങ് അറിയുന്നില്ലല്ലോ, എങ്കിലും എന്നെ ഇങ്ങനെ മൃഗമായി എന്നെ വിട്ടുകളഞ്ഞല്ലോ, എന്നെ കൈവിട്ടല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞപ്പോഴും ആ ഏകജാതനായ ക്രിസ്തു തൻ്റെ പിതാവാകുന്ന ദൈവത്തോട് നമുക്ക് മാതൃകയായി കാണിച്ചെന്നൊന്നുണ്ട്. എനിക്ക് വേദനയുണ്ട്, എനിക്ക് കഷ്ടതയുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, എങ്കിലും അങ്ങയുടെ ഹിതമെന്താണോ അത് നടക്കട്ടെ. ഹല്ലേലൂയ. എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച അപ്പൻ്റെ ഹിതം എന്താണോ ആ ഏകജാതനായ പുത്രനായ എന്നിൽ അത് സംഭവിക്കട്ടെ എന്ന് സമർപ്പിച്ചു കൊടുക്കുവാനൊരു മനസ്സ് കാണിച്ചു. ആകയാൽ ഇന്ന് പകൽക്കാലം ഞാനെന്ന് പറഞ്ഞത്, യേശു ക്രിസ്തു തന്നെ പിതാവാകുന്ന ദൈവത്തോട് എപ്രകാരം ഒരു മകനായി നിൽക്കാവുന്നൊരു മാതൃക നമുക്ക് കാണിച്ചു വന്നിരിക്കുമ്പോൾ, ഇനി ഭൂമിയിലുള്ള ജീവിതത്തിൽ നോക്കുമ്പോഴും താൻ തന്നെ മാതാപിതാക്കളെ ബഹുമാനിച്ചു, അനുസരിച്ചതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ആകെ ഇന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇന്ന് നമ്മുടെ അപ്പന്മാർ ശരിയാകണമെങ്കിൽ നമ്മൾ ശരിയാകണം. ഹല്ലേലൂയ. അപ്പന്മാർ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ അവരുടെ വെള്ളവടിയും അതൊക്കെ നിൽക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടോ? എനിക്കറിയാം എല്ലാവരുടെയും സ്ഥിതി ഇതുപോലെയൊന്നും അല്ല. ചിലയിടത്തൊക്കെ അപ്പന്മാർക്ക് പ്രശ്നമുള്ള അപ്പന്മാരുണ്ട്. ഹല്ലേലൂയ. ജോലിക്ക് പോകത്തില്ല, വെള്ളവടി ഉണ്ടാക്കുന്ന പൈസയൊക്കെ അവിടെ എവിടെയും കൊണ്ട് കളയും. അങ്ങനെയുള്ള അപ്പം വചനം പഠിപ്പിക്കുക. ഇന്ന് ബുദ്ധിയുള്ള ഒരു കൂട്ടം മക്കൾ ഒരു വീട്ടിനകത്തുണ്ടെങ്കിൽ അപ്പൻ്റെതായിട്ടുള്ള അവസ്ഥകൾ മാറും. ആകയാൽ ഇന്ന് ബുദ്ധിയുള്ളവരൊന്ന് ചെയ്യും. ഇന്ന് നമുക്ക് അപ്പന്മാരോട് പറഞ്ഞവരെ ശരിയാക്കാൻ പറ്റത്തില്ല, അപ്പന്മാർ ഉപദേശിച്ച് ശരിയാക്കുന്നതിനും പരിധിയുണ്ട്.
പക്ഷെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ എൻ്റെ അപ്പനെ ദൈവം ഒരു ഭാഗ്യവാനാക്കി മാറ്റും, ഒരു അനുഗ്രഹിക്കപ്പെട്ടവനാക്കി മാറ്റും. ശാപത്തിൽ നിന്ന്, അഡിക്ഷനിൽ നിന്ന്, പാപത്തിൽ നിന്ന്, എല്ലാവിധമാകുന്ന ലഹരിയുടേതായിട്ടുള്ള അവസ്ഥയിൽ എൻ്റെ അപ്പനെ ദൈവം പുറത്തു കൊണ്ടുവന്നൊരു ബുദ്ധി ഇന്ന് നിങ്ങൾക്കുണ്ടാകട്ടെ. ഇതിനകത്തായിരിക്കുന്ന അപ്പന്മാരെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവും. ഞങ്ങൾ സഭയായി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ അപ്പന്മാരെന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഇവർക്ക് എല്ലാവർക്കും ഒന്ന് നല്ലൊരു കൈയടി കൊടുത്ത്, നല്ലൊരു പ്രോത്സാഹനം, നല്ലൊരു ആദരവ് കൊടുത്താട്ടെ. അവർ കഷ്ടപ്പെട്ടതിനും അവർ അധ്വാനിച്ചതിനും അവർ കൊണ്ട് വെയിലിനും, പലരുടെയും സ്കിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെയൊക്കെ സ്കിന്ന് തിളങ്ങിയിരിക്കുന്നത് പോലെ ഒന്നും തിളക്കമൊന്നും ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. പലരുടെയും മുടിയൊക്കെ നോക്കിയാൽ പകുതിയൊക്കെ മുടിയുള്ളൂ, ചിലർക്ക് സൈഡിൽ മാത്രമേ മുടിയുള്ളൂ. കാരണം എന്താ പറയുക, ഒരു കാലം മുഴുവൻ വെയിലത്ത് കിടന്ന് അധ്വാനിച്ചതിൻ്റെ ഫലമാണ്. ഹല്ലേലൂയ. അപ്പന്മാരെ ഓർത്ത് ദൈവത്തിന് നന്ദി കൊടുത്താട്ടെ. നമുക്ക് സഭയായി ഈ അപ്പന്മാർക്കായി നമുക്ക് പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളിലിരുന്ന് കേൾക്കുന്ന അപ്പന്മാരുണ്ട്. നിങ്ങളെയും ഞങ്ങൾ ആദരിക്കുന്നു. ഷാലോം ചർച്ച് നിങ്ങളെ ഓണർ ചെയ്യുന്നു. ദൈവം നൽകിയിരിക്കുന്ന ഒരു പദവിയാണ്, ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാഗ്യവാന്മാരാക്കി ദൈവം തീർക്കട്ടെ. നമുക്ക് സഭയായി ഇവിടെ മേലിലേക്ക് നിന്ന് കരമുയർത്തി നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഷാലോം ചർച്ചിൽ കർത്താവ് ഇത്രയധികം അപ്പന്മാരെ ഞങ്ങളുടെ മധ്യത്തിൽ ദൈവം അയച്ചിരിക്കുമ്പോൾ, ഈ ഫാദേഴ്സ് സൺഡേയിൽ കർത്താവെ, മക്കളായിരിക്കുന്ന, ഭാര്യമാരായിരിക്കുന്ന, കർത്താവെ സഹോദരങ്ങളായിരിക്കുന്ന, കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് അപ്പൻ എന്ന ഈ പദവിയെ കൊണ്ട് നടക്കുന്ന ഈ വ്യക്തികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അപ്പന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർക്കായും പ്രാർത്ഥിക്കുന്നു. അപ്പന്മാരാകുവാനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ദൈവമേ, സകല പേർക്കും ജ്ഞാനത്തെ നൽകണം, ബലത്ത് നൽകണം. കർത്താവെ, കരയുവാൻ അനുവദിക്കരുത് നാഥ, വീണു പോകാൻ അനുവദിക്കരുത്, തളർന്നു പോകാൻ അനുവദിക്കരുത്. അവരുടെ മനസ്സിനകത്ത് പല ഭാരങ്ങളും വേദനകളും ഉണ്ടെങ്കിലും അതൊന്നും അവരെ തളർത്തിക്കളയുവാൻ അനുവദിക്കാതെ വേണം. കർത്താവ് യഹോവ ഭക്തനായി നാഥ, ദൈവത്തിൻ്റെ ബലം, ദൈവത്തിൻ്റെ വലങ്കൈ കർത്താവ് ഇവർക്കൊരു താങ്ങായി, തണലായി കർത്താവ് ഈ അപ്പന്മാരെ അങ്ങ് വഴി നിർത്തണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാലത്തിൽ കർത്താവ് ഇവർ അനുഭവിച്ചതായിട്ടുള്ള ത്യാഗത്തിൻ്റെ പ്രതിഫലം കർത്താവ് ഇവിടെ മക്കളുടെ മേൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അബ്രഹാം വിശ്വസ്തനായി ദൈവസന്നിധിയിൽ നിലനിന്നപ്പോൾ കർത്താവ് അത് ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നത് പോലെ തന്നെ കർത്താവ് ഒരു കുറേനക്കാരനായ ശീമോൻ യേശുവിൻ്റെ ക്രൂശ് ചുമന്നത് തൻ്റെ മക്കൾക്കൊരു അനുഗ്രഹമായതുപോലെ തന്നെ ഇന്ന് ഇവർ ദൈവസന്നിധിയിൽ കാണിക്കുന്ന വിശ്വാസം, ഇന്ന് ദൈവസന്നിധിയിൽ അവർ കാണിക്കുന്ന സ്തുതി സ്തോത്രങ്ങൾ, ദൈവസന്നിധിയിലുള്ള അവരുടെ സമർപ്പണമായുള്ള ഒരു ജീവിതം, കർത്താവ് ദൈവസന്നിധിയിൽ അവർ അനുഭവിക്കുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകൾക്കും പ്രതിഫലം കർത്താവ് ഇവിടെ തലമുറകൾ ആ കഷ്ടതകൾ അനുഭവിക്കാതെ വേണം ദൈവം നന്മയിലും സുഖത്തിലും കർത്താവ് പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവിക കൃപ കൂടെ ഇരിക്കണം, സന്തോഷം കൂടെ ഇരിക്കട്ടെ. ഇവരെ തൃപ്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം. കർത്താവ് ഉപജീവന മാർഗങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്ന, പലപ്പോഴും വരുമാന മാർഗങ്ങൾ തടസ്സപ്പെട്ടു പോകുന്ന കർത്താവെ, അപ്പന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. സ്ഥിര വരുമാന മാർഗത്തെ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തിക കുരുക്കുകളെ ഞാൻ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഭത്സിച്ച് ബന്ധിക്കുന്നു. ഇപ്പോൾ മുതൽ തന്നെ ഒരു വിടുതൽ സംഭവിക്കട്ടെ, പുതിയ വഴികൾ തുറക്കട്ടെ, പുതിയ വാതിലുകൾ ദൈവം ഇവർക്കായി തുറക്കുന്നതിന് നന്ദി. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക കൃപ കൂടെ ഇരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒന്ന് കരം ചേർത്തടിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാവോ?